അപ്പോൾ ഇന്ന് ഇവിടെ ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസും ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇവിടുത്തെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കോലാലംപൂർ തന്നെയാണ്. ഇവിടെ ജമൈക്ക് മസ്ജിദ്, ഇന്ത്യൻ മസ്ജിദിൻ്റെ ഏകദേശം ഒരു 400 മീറ്റർ ഇപ്പുറത്താണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇവിടുത്തെ എല്ലാം കൊണ്ടും, ഇപ്പോൾ ഇവിടുത്തെ നീറ്റ്നെസ് ആയാലും ഇവിടുത്തെ എല്ലാം കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് എത്രയോ അടിപൊളിയാണ്. പിന്നെ ആൾക്കാരൊക്കെ ഭയങ്കര മാനറിസ് ഉള്ള കുറച്ച് പേഴ്സണാലിറ്റീസാണ് നമ്മൾ അധികം കാണാൻ പറ്റുക. പിന്നെ ഞാനിപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര തിരക്കാണ്. കറക്റ്റ് നോക്കിയില്ലെങ്കിൽ ഭയങ്കര പണി കിട്ടാൻ സാധ്യതയാണ്. റോഡ് ക്രോസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാം, വണ്ടി പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് അമർത്തി വെക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് അപ്പോൾ അവിടെ റെഡ് കാണുന്നുണ്ട്. ആ റെഡ് മാറിയിട്ട് ഗ്രീൻ ആവും. അപ്പോൾ കറക്റ്റ് നമ്മൾ നിയമം പാലിച്ചിട്ട് ഇവിടെ നടക്കാൻ പറ്റും. കാരണം ഈ ക്രോസിങ്ങിൽ കറക്റ്റ് സീബ്ര ലൈനിൽ മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ പബ്ലിക്കിൽ സ്പിറ്റിങ്ങിന് ഒരുപാട് റൂൾസ് ഉണ്ട്. അങ്ങനെ റൂൾസായിട്ട് കിട്ടാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സിറ്റി ഒരു അടിപൊളിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലെങ്കിലും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. വിചാരിച്ച പോലെ വലിയൊരു എക്സ്പെൻസ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മീറ്ററായിട്ട് നമുക്ക് പോയി വരാൻ പറ്റുന്ന കുറഞ്ഞ് നമ്മളെ കീശയിൽ കൊക്കിലൊതുങ്ങുന്നൊരു സ്ഥലം തന്നെയാണ് മലേഷ്യ എന്ന് പറയുന്നത്. ഇപ്പോഴും ഇത് ഗ്രീനറായിട്ടില്ല. പിന്നെ ഇത് ഗ്രീൻ ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോവാം. ഇവിടെ ഒരു പാർലമെൻറ്റും അതുപോലെ തന്നെ കോർട്ടും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെ ആംബിയൻസും അടിപൊളിയാണ്. പിന്നെ ഇവിടെ എൻട്രി ഫീസും കാര്യങ്ങളൊന്നും ഇല്ല, ഡയറക്റ്റ് പോവുക. പിന്നെ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്യാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ജമൈക്ക് മസ്ജിദ് ഉണ്ട്. അതായത് ഇവിടുത്തെ ഒരു ടോപ്പൻ മസ്ജിദാണ്. അവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യുന്നവർക്ക് റെസ്റ്റ് ചെയ്യാം. അങ്ങനെ കിടക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏകദേശം 6 മണി മുതൽ 6 മണി വരെ ഉണ്ടാവും, 10 മണി വരെ ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ വരുന്ന സമയത്ത് എന്താ പറയുക, ക്രോസിങ്ങും കാര്യങ്ങളും ഇവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ അങ്ങനെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അപകടം പറ്റാനുള്ള സാധ്യത ഒരുപാടുണ്ട്. കാരണം ഭയങ്കര റഷാണ് റോഡും കാര്യങ്ങളൊക്കെ. പിന്നെ പറയാനുള്ളത്, രണ്ടാമത്തെ കേസ് ഇന്നലെ ഞാൻ കേരളത്തിൽ പോയി. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനടി പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ റെഡ് മാറി ഏകദേശം ഗ്രീനായി. ഇപ്പോൾ ഞാൻ സിഗ്നൽ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണാം, ഗ്രീൻ ആയി കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നമാണ്. ചുറ്റും ആൾക്കാർ. അപ്പോൾ ഗ്രീൻ ഏകദേശം ഓഫാനായി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ നേരെ പോകുന്നത് നമ്മളെ ഒരു പാർലമെൻറ്റിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഒരു വലിയൊരു പബ്ലിക് ലൈബ്രറി ഉണ്ട്. അത് നല്ലൊരു കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് ലൈബ്രറിയാണ്. കുറച്ചും കൂടി പീസ്ഫുള്ളായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ലൈബ്രറിയാണ്. അപ്പോൾ സിറ്റിസൻസിന് എല്ലാവർക്കും എൻ്റർ ചെയ്യാം. പിന്നെ വേറെ പ്രത്യേകിച്ച് ചാർജസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഹോളിഡേയ്സ് ഉണ്ട് ഇവിടെ. ചില ദിവസങ്ങളൊക്കെ ഹോളിഡേ ആണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് കംപ്ലീറ്റ് ഹോളിഡേ ആണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെയുള്ള പബ്ലിക് ലൈബ്രറീസ് ഒന്നും തുറക്കില്ല. അപ്പോൾ ഈ ഒരു ഏരിയ കാണാൻ തന്നെ അടിപൊളിയാണ്. കാരണം എല്ലാ രാജ്യക്കാരും ഉണ്ടാവും. പല ഇന്തോനേഷ്യക്കാരുണ്ടാവും, ചൈനക്കാരുണ്ടാവും, തായ്വാന്, അതുപോലെ തന്നെ തായ്ലൻഡ്, യൂറോപ്യൻസ് ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് രാജ്യക്കാരൊക്കെ കൂടി ഇരുന്നിട്ട് വൈകുന്നേരം വരണം. ഞാനിപ്പോൾ കുറേ സമയം ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അടുത്താണ്. ഞാൻ ഇതിലൂടെ എപ്പോഴും പാസ് ചെയ്യുന്നത്. ഇവിടെ ലൈബ്രറി ഇവിടെ അടുത്താണ്. ഞാൻ എപ്പോഴും പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സീബ്ര ക്രോസിംഗ് ഇല്ല. അപ്പോൾ കുറച്ച് അവിടെ പോകണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ വീഡിയോ ചെയ്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ രണ്ടാമത്തെ കേസ് പറഞ്ഞാൽ മെട്രോ കുഴപ്പമില്ലാത്ത, നമ്മളെ നാട്ടിലത്ര ചീപ്പറല്ല എങ്കിലും കുഴപ്പമില്ലാത്ത റേറ്റ് കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യാം. കാരണം കാത്തുനിന്ന് കഴിഞ്ഞാൽ കുറച്ച് ദൂരെ പോകണം. ശരിക്കും ഇങ്ങനെയൊന്നും പറ്റില്ല. കാരണം ഇപ്പോൾ റഷ്യൊന്നും അധികം റഷില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. പിന്നെ നാട്ടിലെ പോലെ തന്നെ മെട്രോ നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം 2 റിങ്കറ്റൊക്കെയാണ് ഒരു മെട്രോക്ക് ഏറ്റവും മിനിമം വരുന്നത്. 1.80 ഏകദേശം 40 റുപ്യാണ്. നമ്മുടെ നാട്ടിൽ 20 റുപ്യൊക്കെ വരും. ഏകദേശം ഇവിടെ അതിന് കുറച്ച് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു 40 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ടും സിറ്റിയിലോട്ട് അങ്ങോട്ട് പോകും. പിന്നെ സിറ്റിയിൽ ബസ്സസ് ഫ്രീ ആണ്. അതിൽ ഏത് ബസ്സാണ് എനിക്ക് കറക്റ്റ് അറിയില്ല. ഓറഞ്ച് ബസ് ഏതൊരു കളറുള്ള ബസ് ഫ്രീ ആണ്. ആ ലൈൻ എനിക്ക് കറക്റ്റ് ഞാൻ യൂസ് ചെയ്തില്ല. പക്ഷേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സിറ്റിയിൽ പോകണമെങ്കിൽ അത് യൂസ് ചെയ്യും. ഞാൻ അധികം മെട്രോ ആണ് യൂസ് ചെയ്യാറ്. മെട്രോ ആകുമ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആണ്. നമ്മൾ തന്നെ അവിടെ പോയിട്ട് എന്താ പറയുക, നമുക്ക് തന്നെ അധികം കൗണ്ടറിൽ ടിക്കറ്റ് കൊടുക്കുക. നമ്മൾ തന്നെ അവിടെ പോയിട്ട് റിങ്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ടോക്കൺ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്, കോയിൻ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ആ സ്പോട്ട് ഇതാണ്. നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടുത്തെ ഈ ആംബിയൻസ് ആണ് ഇവിടുത്തെ ഈ ഒരു ഭംഗി എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഉച്ച സമയത്താണ്, ഏകദേശം നട്ടുച്ചയാണ്. ഇവിടെ ഭയങ്കര ചൂടാണ്. എപ്പോൾ പെട്ടെന്ന് മഴ പെയ്യും ചെയ്യും. അങ്ങനെ ഒരു ക്ലൈമറ്റ്. അപ്പോൾ ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2:02 ഭയങ്കര ചൂടാണെങ്കിൽ ചിലപ്പോൾ 2:04 പെരും മഴയായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ റീൽസ് കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഇവിടുത്തെ ക്ലൈമറ്റ് കുറച്ച് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. എപ്പോഴാണ് മഴ പെയ്യുന്നത്, എപ്പോഴാണ്
കൊടും ചൂട് വരുന്നത്. ചിലപ്പോൾ എന്താ പറയുക ഒരു നല്ലൊരു ക്ലൈമറ്റ്, പക്ഷേ ഇന്ന് ഭയങ്കര ചൂടാണ്. അപ്പോൾ 2 ദിവസമായിട്ട് ഒരു പാകത്തിനുള്ള. ഇപ്പോൾ ഞാൻ ലൈബ്രറിയിൽ AC യും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ തന്നെ നിൽക്കില്ലേ, അധികം നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്യും. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ പോയതാണ്. ഫുഡ് കഴിക്ക് പോയടുത്ത് നമ്മൾ മലൈ ഹോട്ടലിലാണ് അധികം ഞാൻ ഫുഡ് കഴിക്കാറ്. പക്ഷെ ഞാൻ ഇന്ന് നമ്മളറിയാതെ മലൈ സെറ്റപ്പുള്ള തമിഴന്മാരെ ഹോട്ടലിൽ കയറി. അപ്പോൾ അവിടെ ഭയങ്കര മോശം ഫുഡ്. ഈ മലേഷ്യക്കാരുടെ ഫുഡ് ഒരു രക്ഷയില്ല. കാരണം ഇവരുണ്ടാക്കുന്ന കുറേ മീനിൻ്റെ ഐറ്റംസ് ഉണ്ട്. അതിപ്പോൾ നമ്മളെ നാട്ടിൽ നമ്മളന്മാരുണ്ടാക്കി തരുന്ന അതേ ഫുഡിൻ്റെ അതേ ടേസ്റ്റാണ് മെയിൻലി പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരിക്കലെങ്കിലും നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ്. ഇപ്പോൾ ഏകദേശം ഫ്ലൈറ്റിന് ഇപ്പോൾ ഏകദേശം കുറഞ്ഞൊരു റേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 8, 9, 10 റൗണ്ട് ട്രിപ്പ് 15 വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ റൗണ്ട് ട്രിപ്പ് 8 രൂപയൊക്കെ കിട്ടിയൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ വന്നവർക്ക് ഒരുപാട് ബഡ്ജറ്റ് കുറക്കാൻ പറ്റും. ഞാൻ വന്നത് അത്യാവശ്യം റേറ്റുള്ള സമയത്താണ്. 7,200-8,000 അടുത്തായിട്ടുണ്ട്. പക്ഷെ 4,300 ഫ്ലൈറ്റ് കണ്ട സമയമുണ്ട്, 4 രൂപയ്ക്ക് ഫ്ലൈറ്റ് കണ്ട സമയമുണ്ട്. അങ്ങനെ ഫ്ലൈറ്റ് കുറവുള്ള സമയത്ത് ഇപ്പോൾ വിസ ഫ്രീ ആണ്. കുറച്ച് കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ശേഷം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള തടസ്സങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ക്വയർ. ഭയങ്കര അടിപൊളിയാണ്. ഇത് ഫോറിനേഴ്സ് കമ്പനി ഇവർ വരും, പിന്നെ ഇവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും പിന്നെ ഓരോ രാജ്യക്കാരായിട്ട് ഇങ്ങനെ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ്. ഇതും ടിൻ ടയറൊക്കെ. ബാക്കിയുള്ള ഏരിയകൾ അത്ര ടൂറിസ്റ്റ് ഞാൻ കണ്ടില്ല. പക്ഷേ ഈ ഒരു ഏരിയയിൽ എപ്പോഴും ഫുൾ ടൈം ടൂറിസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതൊരു കോർട്ടാണ്. വർഷങ്ങൾക്ക് മുന്നേ ഒരു കോർട്ട്, പിന്നെ ഇവരെന്ത് ചെയ്തു, ഒരു പാലസ് ആയിരുന്നു. ഇപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു കോർട്ടാണ്. ഇതിന് ഒരുപാട് ചരിത്രമുണ്ട്. കൂടുതലായിട്ട് ഞാൻ പഠിച്ചിട്ടും കാര്യം ചെയ്തിട്ടൊന്നുമില്ല. അതിൻ്റെ മെയിൻ ചരിത്രം നല്ലത് ബ്രിട്ടീഷ് കോളനൈസ് ചെയ്തിട്ടൊരു സമയം, ഒരു ഫ്രീഡം സ്ക്വയറാണ്. സ്വാതന്ത്ര്യ സമയത്ത് നടത്തിയ സ്പീച്ചും കാര്യങ്ങളും അതിൻ്റെ ഓർമ്മകളൊക്കെയാണ് ഇതിൽ മെയിൻലി ഉള്ളത്. അപ്പോൾ മലേഷ്യ എന്ന് പറയുന്നത്, മലേഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യനെ പോലെ ബ്രിട്ടൻ്റെ ഒരു കോളനി ആയിരുന്നു. പിന്നീടാണ് ഇത് ഫ്രീഡം കിട്ടുന്നത്. കറക്റ്റ് ഇയർ എനിക്കറിയില്ല. ഈ ഫ്രീഡം കിട്ടിയതിന് ശേഷമാണ് പിന്നെ ഇവിടെ രാജഭരണം വരുന്നതും. പിന്നെ അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇതിൽ നമുക്ക് അവിടെ വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് കൊളോണൈസ് ചെയ്യപ്പെട്ട ബ്രിട്ടീഷുകാർ. അതുപോലെ തന്നെ ഇവിടെ എടുത്ത് പറയാനുള്ളത്, ഇവിടെ പോപ്പുലേഷൻ്റെ 10% തമിഴന്മാരാണ്. അപ്പോൾ ഞാൻ കുറേ തമിഴന്മാരെ കണ്ട സമയത്ത് ഞാൻ ഓൾറെഡി നിങ്ങൾ എവിടെ തമിഴ്നാട്ടിൽ എങ്ങനെ ചോദിച്ച സമയത്ത് ഞാൻ പോലെ മലയ ഭാഷയില്ല, തമിഴറിയാം. പക്ഷേ ഓർക്ക് ആ ഒരു അഹങ്കാരത്തിന് വേണ്ടിയിട്ട് ഒരു മലേഷ്യൻ സിറ്റിസനാണ്. അപ്പോൾ 10% ഓഫ് പോപ്പുലേഷനാണ് എന്ത് പിന്നെ മലേഷ്യൻ സിറ്റിസനാണ്. അതായത് ഇത് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇവർ പണിക്ക് വേണ്ടി, അതായത് ബ്രിട്ടീഷുകാർ കുറഞ്ഞ ചിലവിൽ പണിക്ക് വേണ്ടിയിട്ട് മലേഷ്യയിൽ നിന്നും അത് ചൈനയിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ അവിടെ കൊണ്ടുവന്ന് ഇമിഗ്രൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ പണിയെടുപ്പിച്ച് ഓർക്ക് പിന്നെ ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തിന് ശേഷം ഇവിടെ സിറ്റിസൺഷിപ്പ് കിട്ടി. അങ്ങനെ ഒരുപാട് നല്ല ലൈഫ് അനുഭവിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ 10% ഓഫ് നമുക്ക് തമിഴന്മാരെല്ലാ ഇതിലും കാണാം. കുറേ ഏരിയയിൽ മെട്രോയിലായാലും ഒക്കെ തമിഴ് ലാംഗ്വേജ് കാണാം. അപ്പോൾ ഞാൻ ടോട്ടലി ഫസ്റ്റ് കൺഫ്യൂസ്ഡ് എന്തിനാണ് ഇത്രയും മലേഷ്യൻസിനെ ഇവർ എടുക്കുന്നത്. കാരണം ചില ഏരിയയിലൊക്കെ പോകുന്ന സമയത്ത് ഈ സിറ്റി അത്രയും നീറ്റായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കാണുന്നത്. പക്ഷേ ചില നമ്മുടെ ഇന്ത്യൻ സ്ട്രീറ്റ്, ഇന്ത്യൻ സ്റ്റേറ്റ്, ഇങ്ങനത്തെ കുറച്ച് ഏരിയയിൽ പോകുന്നുണ്ട് കറക്റ്റ് ഒരു ഇന്ത്യൻ വൈബ് നമ്മൾ ഫീൽ ചെയ്യും. കാരണം കുറേ ഏരിയയിൽ അധികം തമിഴ്സിനെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ബാക്കി മലയാളികളൊക്കെ ചില ആൾക്കാർ മാത്രമേ ഞാൻ അവിടെ മേടിക്കാൻ പറ്റുള്ളൂ. മലയാളീസ് വളരെ ഇനിയിപ്പോൾ വേറെ ഏരിയയിലുണ്ടോയെന്നോ IT-യിലോ വല്ല സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നൊന്നും അറിയില്ല. പക്ഷേ ഞാൻ വളരെ കുറഞ്ഞ മലയാളീസിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ തമിഴന്മാരെ എല്ലാ മേഖലയിലും, അപ്പോൾ അത് ഒഫീഷ്യൽസിൽ വരെ ഇവിടുത്തെ LRT മെട്രോയിൽ ആയാലും പല ഒഫീഷ്യലിൽ വർക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ബ്രിട്ടീഷുകാർ കൊടുക്കുന്നതാണ് പിന്നീട് ഇവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുത്ത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. സംഭവം പറഞ്ഞറിയിക്കുന്നതിലപ്പുറമാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും കഴിവിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വരേണ്ടതും കാണേണ്ടത് തന്നെയാണ്. ഇതാണ് പാലസ്. ജസ്റ്റ് ഞാൻ കാണിക്കാം. കോർട്ടാണ് പാലസ്. അപ്പോൾ ഇവിടുന്ന് നിന്നിട്ടുള്ള ഈ ഒരു ഫീലിംഗ് അത് ശരിക്കും വാക്കുകൾക്ക് അധികം തന്നെയാണ്. പിന്നെ തൊട്ടപ്പുറത്താണ് നമ്മളെ ലൈബ്രറി. ആ ലൈബ്രറിയിലേക്ക് പോകുന്ന കുറച്ച് വഴിയും ആ ലൈബ്രറീൻ്റെ കാര്യങ്ങൾ കാണിച്ചിട്ട് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം 3.5 മണിക്കൂർ ഇന്ത്യൻ സമയം വെച്ചാണെങ്കിൽ ഇത് മുന്നിലാണ്. ഇവിടെ 10:30 സമയത്ത് നമ്മുടെ നാട്ടിൽ ഏകദേശം 8 മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഏകദേശം 3.5 മണിക്കൂറുണ്ട്. ഞാൻ വന്നത് കണക്ഷൻ ഫ്ലൈറ്റിലാണ്. സിംഗപ്പൂർ വേറെ കേസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ഒരുപാട് രാജ്യങ്ങളിൽ കണക്ട് ചെയ്ത് പോകാം. അതിൽ മെയിൻ തിങ് എന്ന് പറയുന്നത് തായ്ലൻഡിലേക്ക് നമുക്ക് ബൈ ബസ് പോകാം. അതുപോലെ തന്നെ തായ്ലൻഡിൽ നിന്ന് വിയറ്റ്നാമിലേക്ക്, കംബോഡിയ, അതുപോലെ ലാവോസ്, ഈ 3 രാജ്യത്തിൽ എന്ത് ചെയ്യാം നമുക്ക് വിത്തൗട്ട് ഫ്ലൈറ്റ് പോകാം.
ഈ ഒരു ഇത് കാരണം നമുക്ക് എന്താ പറയുക ഒരുപാട് പ്ലാനിങ് ചെയ്യാൻ പറ്റും. പിന്നെ മലേഷ്യൻ്റെ വേറെ പ്രത്യേകത പറഞ്ഞാൽ ഫ്ലൈറ്റ് ഒരുപാട് രാജ്യങ്ങളിലേക്ക് ചീപ്പറാണ്. ഇപ്പോൾ ചൈനയിലേക്ക് 5000 രൂപയ്ക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫിലിപ്പൈൻസിലേക്ക് ഏകദേശം 4500 5000 ആ റേഞ്ചിൽ ഫ്ലൈറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് മാൽഡീവ്സിലേക്ക് പോകാം 3000 സംതിങ്ങിന് ഫ്ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലേക്ക് നമുക്ക് ഫെറി വഴി പോവാം. ബാത്താം എന്ന് പറഞ്ഞൊരു ഇന്തോനേഷ്യ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ ബാലി ഡെനാസ്പറിലേക്ക് അതുപോലെ തന്നെ അങ്ങോട്ടൊക്കെ നമുക്ക് ഏകദേശം 4500 5000 ആ റേഞ്ചിലുമാണ്. പക്ഷേ നമുക്ക് ബാത്താം എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് ഏകദേശം 2000 രൂപ 120 റിങ്കറ്റസ് ഉണ്ടെങ്കിൽ 2000 ചില്ലറ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബാത്താം വഴി ജോഹർ ബഹർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബാത്താമിലേക്ക് ഫെറി വഴി പോവാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു രാജ്യം കൂടിയാണ്. പിന്നെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് കാര്യങ്ങൾ എല്ലാം വളരെ ചീപ്പറാണ്. അതിന് അധികം നമുക്ക് എന്താ പറയുക പേയ്മെൻറ്റ് ഇവിടെ നിന്നൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഇലക്ട്രോണിക്സ് വാങ്ങും. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഡ്രോൺസ്, ആപ്പിളിൻ്റെ ഫോണ് കാര്യങ്ങൾ ആപ്പിളിൽ നമ്മൾ ഷോറൂമിലൊക്കെ പോയ സമയത്ത് നമ്മൾ നാട്ടിൽ നിന്ന് ഏകദേശം 25-30 രൂപയ്ക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ചൈനയോട് അടുത്തിരിക്കുന്ന രാജ്യമായതുകൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. പിന്നെ വേറെ കേസ് പറയുന്നത് അത്ര കുറവുമല്ല അത്ര കൂടുതലും അല്ല. അങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പെൻസിനെ കുറിച്ച് പറയാനുള്ളത്. പക്ഷേ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയിട്ട് ചിലവ് ചുരുക്കിയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ ലൈബ്രറി ഇതാണ് ഇവിടുത്തെ ലാംഗ്വേജിൽ പേര് പുസ്തകാൻ കോലാലംപൂർ. ഈ ലൈബ്രറി അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ഇത് അധികം ആൾക്കാർ മിസ് ചെയ്യുന്നില്ല. അധികം ആൾക്കാർ എന്താ പറയുക ഞാനിതുപോലെ വെറുതെ കയറിയ സമയത്താണ് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരുപാട് ബുക്സും കാര്യങ്ങളുണ്ട്. പിന്നെ അതെല്ലാം നമുക്ക് വൈഫൈയും കാര്യങ്ങളും ഫ്രീ ആണ്. എൻ്റെ ഡൗൺലോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്രൗസ് ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ എന്താ പറയുക ഇവിടെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ എൻ്റർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ലഗേജ് വയ്ക്കാനുള്ള സ്പേസസ് ഉണ്ട്. കാര്യങ്ങൾ ഇതൊക്കെ നല്ല ഒരു ആംബിയൻസ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത് വേറെ ലോകമാണ്. ഭയങ്കര വലിയ ലൈബ്രറിയാണ്. വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് കാണുന്ന പോലെ ഉള്ളോട്ട് ഭയങ്കര ഡെപ്ത് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്താ പറയുക പിന്നെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാനേജ് ചെയ്തിട്ട് നമുക്ക് വൈഫൈ എടുക്കാനുള്ളതും അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യാനുള്ള ഒരുപാട് ഫ്രീലാൻസേഴ്സൊക്കെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും കുറേ ടൈം വർക്ക് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. വേറെ കേസ് എന്ന് പറയുന്നത് മലേഷ്യയിൽ എനിക്ക് കുറച്ചും കൂടി സ്പെഷ്യലായി തോന്നുന്നത് എല്ലാ ഏരിയയിലും വൈഫൈ ഉണ്ട്. ഇപ്പോൾ നമ്മൾ മാളിൽ പോകുകയാണെങ്കിലും പബ്ലിക് സ്പേസ് പോകുകയാണെങ്കിലും എവിടെ പോയാലും വൈഫൈ ഉണ്ട്. അപ്പോൾ അതൊരു ബെനിഫിറ്റാണ്. അപ്പോൾ ഞാനതൊരു സിം എടുത്തിട്ടില്ല. നമ്മളെ കൂടെ ഒരാളുണ്ട്, അയാളെ സിമ്മ് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ബ്രൗസ് ചെയ്യാനോ കോൾ ചെയ്യാനോ. കാരണം ബാക്കിയുള്ള എല്ലാ സമയത്തും എനിക്ക് വൈഫൈ അവൈലബിലിറ്റി വളരെ ഇവിടെ പറയാതെ വയ്യ. ഈ പബ്ലിക്കിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സർവീസ് പോലെ തോന്നുന്നു. കാരണം എല്ലാ ഏരിയയിലും ഇപ്പോൾ ഓരോ 500-600 മീറ്റർ കിടക്കുന്ന സമയത്ത് നമുക്ക് ഒരു വൈഫൈ ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. അത് ജസ്റ്റ് സൈനപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക വൈഫൈ അൺലിമിറ്റഡ് ആണ്, എത്രയും നമുക്ക് ബ്രൗസ് ചെയ്യാം. പിന്നെ ശരിക്കും ഞാൻ എൻജോയ് ചെയ്ത് ഏകദേശം ഒരാഴ്ചത്തോളം ഞാൻ ഈ സിറ്റി ഒരുപാട് ഞാൻ വിചാരിച്ചതിനേക്കാൾ എത്രയോ എക്സ്പെക്റ്റേഷനേക്കാൾ എത്രയോ അടിപൊളിയാണ്. ഈ ഒരു ചെറിയ സിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഒരു യൂറോപ്പ് ഒരു US രീതിയിലുള്ള ലൈഫ് സ്റ്റൈലുള്ള ആർക്കിടെക്ചറുള്ള അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഒരു വലിയൊരു ക്രൗഡഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ഏരിയ ആണ് KL ടവർ ട്വിൻ ടവർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ ദിസ് എ വണ്ടർഫുൾ പ്ലേസ് ടു എക്സ്പ്ലോർ. എനിവേ ഐ ആം സൈനിങ് ഓഫ് റൈറ്റ് നൗ. താങ്ക് യു.